സാബു തടിപ്പുഴ, ഞാൻ ന്യൂയോർക്കിൽ നിന്ന് വരികയാണ്. ഇന്നത്തെ ഈ ചർച്ചയെ ഒന്ന് സംഗ്രഹിച്ച് ഒന്ന് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ KCSNAയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ അമേരിക്കയിലെ ഈ അസോസിയേഷൻ അടുത്ത ജനറേഷന്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നുള്ള വലിയ ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. ഒന്നാമത്തെ ചർച്ച അതാണ് നടന്നത്. അതിന് നമ്മൾ ഐ റിയലി അപ്രീഷിയേറ്റ് ഷാജി അഡാട്ട്. He already included 2 or 3 people in the his executive. അത് ഒരു വളരെ നല്ലൊരു കാര്യമാണ്. ഞാൻ റിയലി അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇനി ഇവഞ്ച്വലി ഒരു 15 I think youngsters, please listen that another after 10 years 15 years അമേരിക്കയിലെ ബ്രോൺ ആൻഡ് ബ്രോട്ടപ്പ് ചിൽഡ്രൻ ആണ് ഈ KCSNA നയിക്കാൻ പോകുന്നത്. ഞങ്ങളെ പോലുള്ള ആൾക്കാർ പ്രായമായി പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളാണ് ഇത് നാളെ ഇതിനെ നയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു പോയിന്റ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കിഡ്സിനെ ഇപ്പം അങ്ങനെ നയിക്കണമെങ്കിൽ നാളെ ഈ ജനറേഷൻ ഈ ജ്ഞാനായ അസോസിയേഷനെ അല്ലെങ്കിൽ ജ്ഞാനായക്കാരെ ലീഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായി പ്രൗഡ് ടു ബി ജ്ഞായ ഒരു ഫീലിംഗ് ഉണ്ടാകണം, അല്ലേ? അതിന് നമ്മൾ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണം. നമ്മുടെ അസോസിയേഷനിൽ, ലോക്കൽ അസോസിയേഷൻ, അതിൻ്റെ കിഡ്സ് ക്ലബ്ബുകളിൽ ശക്തമായ ജ്ഞാനായ എഡ്യൂക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കല്ലറയോ അല്ലെങ്കിൽ ഉഴവൂരോ അല്ലെങ്കിൽ കൈപ്പുഴയോ മലബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജിയോഗ്രഫിക്കലി വി ആർ പവർഫുൾ ആൻഡ് ഡോമിനന്റ് ഇൻ ദാറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ. വി ഡോണ്ട് നീഡ് എനി സെപ്പറേറ്റ് എഡ്യൂക്കേഷൻ. ബട്ട് ഹിയർ ഇൻ അമേരിക്ക വി നീഡ് clear thorough education to our children. We need to start education from our. അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ കിഡ്സ് ക്ലബ്ബുകളെ വളരെ ശക്തമാക്കണം. എങ്കിലേ ഉള്ളൂ ചോര തിളയ്ക്കത്തുള്ളൂ. നമ്മുടെ ഈ ജ്ഞാനായം എന്ന് പറയുന്ന ആ ചോര തിളയ്ക്കണമെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർക്ക് അങ്ങനെ തിളയ്ക്കും. അതുപോലെ തിളയ്ക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള ഇത് വേണം. നമ്മൾ രാജമക്കളാണ്, നമ്മൾ എ സ്പെഷ്യൽ പീപ്പിൾ ആണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണമെങ്കിൽ ആ എഡ്യൂക്കേഷനിൽ വേണം. അത് KCSNA നേതൃത്വം മേക്ക് ഷുവർ ചെയ്യണം. ലോക്കൽ അസോസിയേഷനിൽ അതിൻ്റെ കിഡ്സ് ക്ലബ്ബുകൾ ശക്തമാകുന്നു എന്ന് അവർ മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ യൂത്ത്, നിങ്ങൾക്കറിയാം, നമ്മൾ പലപ്പോഴും സീറോ മലബാറിനെ കുറ്റം പറയാറുണ്ട്. പക്ഷെ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് എനിക്ക് ഗ്രേറ്റർ ന്യൂയോർക്കിൽ, ന്യൂജേഴ്സി, പെൻസിൽവേനിയ ആ ഏരിയയിലെ, ന്യൂയോർക്കൊക്കെയുള്ള ഏരിയയിലെ പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സീറോ മലബാർ അവരുടെ പിള്ളേരെ ഓർഗനൈസ് ചെയ്ത് അതിൽ ട്രെയിൻ ചെയ്യുന്ന, വളർത്തുന്ന, അതിൽ നിർത്തുന്ന വലിയൊരു ഓർഗനൈസേഷൻ അവർക്കുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഷാജി ചേച്ചന്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഈ അടുത്ത് വരുന്ന ആൾക്കാരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മുടെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനെ, ചിൽഡ്രനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റി തലങ്ങളിലോ കോളേജിലോ ഒക്കെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കണം എന്ന ചർച്ചയും ഇവിടെ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മളുടെ സമൂഹം എത്രയൊക്കെ ഭിന്നതയുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ സഭയും സമുദായവും ഒരുമിച്ച് പോവുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, കൊന്നശ്ശേരി പിതാവിൻ്റെ ഒക്കെ കാലത്തും ഒക്കെ സഭയും സമുദായവും അദ്ദേഹത്തിന്റെ ഒരു നിർവചനം തന്നെയാണ്, ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഇതിനെ ഡിപ്ലോമാറ്റിക്കലി എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് പണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സീറോ മലബാറിന്റെ തൊട്ട് പല കാര്യങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അൽമായരും നമ്മുടെ ലീഡർഷിപ്പും അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് പോകുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ മാതൃകയാകും. ഉദാഹരണത്തിന്, നമ്മളുടെ വൈദികർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ, അല്ലേ, നമ്മുടെ സഭാ നേതൃത്വത്തെക്കുള്ളിൽ വളരെ കർക്കശമായിട്ട് നമ്മൾ വിമർശിക്കുമ്പോൾ ഇതാരാ കേൾക്കുന്നത്? നമ്മുടെ കുട്ടികൾ തന്നെയാണ് ഇത് കേൾക്കുന്നത്. അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ സമുദായത്തെക്കുറിച്ചും ഒക്കെ ഒരു അവമതിപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കേണ്ട ഏരിയയിൽ പ്രകടിപ്പിക്കുക, നമുക്ക് വിമർശനങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ നമ്മളുടെ കുട്ടികളുടെ മുമ്പിൽ അവരെ താറടിക്കരുത്, സഭയെ താറടിക്കരുത്, സമുദായത്തെ താറടിക്കരുത്. അങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരിൽ അഭിമാനബോധം ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി സമയം തരും കേട്ടോ, കൺക്ലൂഡ് ചെയ്യാൻ എനിക്കൊരു അല്പം കൂടെ സമയം കിട്ടും, 2 മിനിറ്റ് അല്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, KCSNAയും ഒക്കെ പ്രതിരോധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പം നമുക്കറിയാം, ഈ ഷാജി ചേട്ടൻ്റെ നേതൃത്വത്തിൽ 1000-ൽ പരം യുവജനങ്ങൾ, ഞാനിപ്പോൾ 2-3 കൺവെൻഷൻ ഇവിടെ വന്ന് ഞാൻ ഈ യുവജനങ്ങളുടെ ഈ വൻപൻ കൂട്ടായ്മ കണ്ട് എൻ്റെ കണ്ണ് വിഴിച്ചുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ആൾക്കാരെ ഓർഗനൈസ് ചെയ്തു എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ജോബ്. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് ടീം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി
അവരിലെ ചില പ്രശ്നങ്ങളെയും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അവരുടെ സബ്സ്റ്റൻസ് അബ്യൂസ്, നമ്മൾ കാരണവന്മാരുടെ ഇടയിലും ഉണ്ട് ഈ പ്രശ്നം ഇല്ലേ? അത് കണ്ടുകൊണ്ട് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ കാറിന്റെ ഡിക്കി പൊക്കി അവിടെ പോയി സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്യാറുള്ള കാരണവന്മാരുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളിലും അത് പടർന്നു പിടിക്കുന്ന വലിയൊരു പ്രശ്നമാണെന്നുള്ളവർ നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് KCYയിൽ നമ്മുടെ നേതൃത്വം നാളെ തയ്യാറാകണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ സഭയുമായിട്ട് നമ്മൾ കഴിവതും വിയോജിക്കേണ്ട മേഖലയിൽ വിയോജിക്കണം. പിന്നെ ഇവിടെ ചില ആൾക്കാർ പറഞ്ഞു, നമ്മളുടെ സഭയുടെ ചില പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, എൻഡോഗമി വിട്ടുകൊണ്ടുള്ള ഒരു കളിക്കും ഒരു ജ്ഞാനായക്കാരനും തയ്യാറാകത്തില്ല. എന്തിനാണ്? നമ്മുടെ അച്ഛന്മാർ പോലും ആ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ സഭ നമ്മളെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ഘടകമല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, സഭയുടെ നമ്മുടെ ജ്ഞാനായ പൈതൃകം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ആർക്കും ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. അത് മരിക്കുന്നോളം വരെ, ഈ ലോകമുള്ളിടത്തോളം കാലം ഇത് ഇങ്ങനെ തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാരൊക്കെ എന്തൊക്കെ എതിർപ്പുകളും അതിൽ വിയോജിപ്പുകളും എത്രയേറെ ശക്തമായെന്ന് പറഞ്ഞാലും നമ്മളത് സമ്മതിച്ചു കൊടുക്കുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അല്ല, നിങ്ങൾ ഇവിടുത്തെ പിള്ളേരോട് ചോദിച്ചു, എൻ്റെ കൊച്ചു പ്രായത്തിലുള്ള എൻ്റെ പിള്ളേരെ പോലെയുള്ള പിള്ളേരോട് നിങ്ങൾ ചോദിച്ചു, ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് അലിയിക്കാൻ പറ്റുമോ? അതിന് പിള്ളേരൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജ്ഞാനായക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏതെങ്കിലും ഒരു വൈദികരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഈ നിങ്ങൾ ഭാഗ്യമുള്ളവരാ. കാരണം നിങ്ങൾക്ക് ഞങ്ങളെ പോലെ, ജ്ഞാനായക്കാരെ പോലെ ഇത്രയും അനുസരണയും മഹത്വവുമുള്ള ജനങ്ങളെ കിട്ടിയതിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. നമ്മൾ എറണാകുളത്തെ പോലെ ആരുടെയും ബലിപീഠം ഉരുട്ടിയിടാൻ പോയിട്ടില്ല. ഏതെങ്കിലും അച്ഛനെ നമ്മൾ തല്ലാൻ പോയിട്ടുണ്ടോ? നമ്മൾ ആരുടെയെങ്കിലും ഓസ്തി, അതായത് നമ്മൾ അല്ലേ തിരുവോസ്തി എടുത്തോണ്ട് ഓടിയിട്ടില്ല നമ്മൾ, അല്ലേ? അപ്പൊ എത്രയും അനുസരണയുള്ള, ഇത്രയും സഭയോടും സമുദായത്തോടും കൂറുള്ള വേറെ ഏത് ജനത്തെ നിങ്ങൾ ഈ മലയാളികൾ അല്ലെ ഇന്ത്യയിൽ നിങ്ങൾ കാണിക്കാൻ പറ്റും? അപ്പോൾ അച്ഛന്മാർ മനസ്സിലാക്കുക, ഞങ്ങളെ പോലെ ഒരു ജനങ്ങളെ കിട്ടിയത് നിങ്ങൾക്ക് ഭാഗ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അവസ്ഥ ഇപ്പം മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ അവസ്ഥ ഈ ഫോസ്റ്റർ കെയറിന്റെ അവസ്ഥ പോലെയാണ്. എന്താണ് ഈ ഫോസ്റ്റർ കെയർ? നമുക്കറിയാം, ഫോസ്റ്റർ ചിൽഡ്രൻ, കുട്ടികളുടെ കൂടെ താമസിക്കാൻ, പേരൻസിൻ്റെ കൂടെ താമസിക്കാൻ നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ പലതരം തടസ്സമുള്ള ആൾക്കാർ താൽക്കാലികമായിട്ട് ഫോസ്റ്റർ കെയറിൽ കൊണ്ട് പിള്ളേരെ കാര്യം എന്ന് പറഞ്ഞ പോലെയാണ് കാനായ പ്രവാസികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ അമേരിക്കയിലെ ഫോസ്റ്റർ കെയറിലാണ്, കുറച്ച് പേര് UK ഫോസ്റ്റർ കെയറിലുണ്ട്, കുറച്ച് പേര് ഓഷ്യാനയിൽ ഫോസ്റ്റർ കെയറിലുണ്ട്. അപ്പം നമ്മൾ ഓരോ ഫോസ്റ്റർ പേരൻസിൻ്റെ, ഇപ്പം നമ്മൾ ജോയി പിതാവിൻ്റെ കീഴിൽ കുറേ ആൾക്കാരുണ്ട്, UK കുറച്ച് ആൾക്കാരുണ്ട്, ഇവിടെ കുറച്ചുകൂടെ ഡീസൻ്റ് ആയിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നു. ഇപ്പം നമുക്കറിയാം, ഫോസ്റ്റർ കെയർ അപ്പന്മാർ മക്കളെ കാണാനായിട്ട് ഇടയ്ക്ക് ചെല്ലും. ഞാനൊരു സോഷ്യൽ വർക്കറാണ്, എനിക്ക് കുറച്ചുകൂടെ ഇതിനെക്കുറിച്ച് അറിയാം. അപ്പം അപ്പന്മാരെ കാണാൻ ചെല്ലുമ്പോൾ സമ്മാനങ്ങളും മുട്ടായും അല്ലെങ്കിൽ കേക്കും ഒക്കെ ബർത്ത്ഡേക്കൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴത്തേന് മകനെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിച്ച്, മകനെ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരു ഉമ്മ കൊടുത്ത് പിരിയാൻ നേരത്തെ ഈ കൊച്ചു ചോദിക്കും, അപ്പ എന്നെ എന്നാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്? ഞാനിങ്ങനെ കിടന്നാൽ പോരല്ലോ, എനിക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അപ്പം പറയും, മോനെ നമുക്ക് അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ പിതാക്കന്മാരും ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അച്ഛന്മാരോടൊക്കെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജോയി പിതാവിന്റെ കീഴിലും അല്ലെങ്കിൽ UK ഒക്കെ ഓരോ സീറോ മലബാറിന്റെ കീഴിലാണെങ്കിൽ പോലും ഞങ്ങൾ അവർ വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവേ അല്ലെ അച്ഛ, എന്നാണ് ഞങ്ങൾക്ക് ജൂറിസ്ഡിക്ഷൻ കിട്ടുന്നത്? കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഈ ഫോസ്റ്റർ കെയറിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്ന ചോദ്യവും കൂടെ പ്രസക്തമാണ്. അതിന് നമ്മൾക്ക് എല്ലാവർക്കും ശ്രമിക്കാം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അത്തരത്തിലുള്ള ചില നീക്കങ്ങളൊക്കെ നമ്മുടെ സഭാ നേതൃത്വം നടത്തുന്നുണ്ട്. അത് വിജയത്തിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുപോലുള്ള ഞാൻ എൻ്റെ അവസാന ഘട്ടത്തിൽ ഇതുപോലുള്ള ഒരു പരിപാടി എൻ്റെ ഈ മുഖ്യ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്തതിലും ഈ ചർച്ച വിജയിപ്പിച്ചതിലും ഇതിൻ്റെ പാനലിസ്റ്റായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ ഓഡിയൻസ് വളരെ ഭംഗിയായിട്ട് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഏതൊക്കെയായാലും ഒരു കാര്യം സത്യമാണ്, ഈ പറഞ്ഞ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് KCSയിലേക്ക് പോകാൻ പറ്റത്തില്ല, ജ്ഞാനായ അസോസിയേഷന് പോകാൻ പറ്റത്തില്ല. യൂത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ സമുദായത്തിൻ്റെ കാര്യത്തിൽ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇതിലൊക്കെ വേണം. മെൻ്റൽ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, സബ്സ്റ്റൻസ് അബ്യൂസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കമ്മ്യൂണിറ്റി അവയർനെസ്, സമുദായ അവയർനെസ് ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊക്കെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അടുത്തു വരുന്ന ആ സമിതികൾക്കും ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ജ്ഞാനായ.